ചോദ്യത്തിന് നിങ്ങളെന്താ ആരും മറുപടി പറയാത്തത്? അവൻ അവിടെ ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ആര് സമാധാനം പറയും? ആരു അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് അർജുന, മാഫിയ കിങ് അർജുൻ. അവന് വ്യക്തമായ പ്ലാൻ ഇല്ലാതെ അവൻ ഒരു സ്ഥലത്തും കയറി ചെല്ലില്ല. നീ പേടിക്കേണ്ട, അവൻ തിരിച്ചു വരും. നമ്മുടെ ശത്രുക്കളുടെ എല്ലാം കൊന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരാൻ പോകുന്നത്. താൻ വന്നു. താൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം. മിസ് ടീന നേരിട്ട് വന്ന് വിളിക്കുമ്പോ എങ്ങനെ വരാതിരിക്കുന്നത്? അർജുൻ വന്നതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴല്ലല്ലോ പ്രോഗ്രാം നൈറ്റാണ് വെച്ചിരിക്കുന്നത്. താനെന്താ നേരത്തെ വന്നത്? അത് വേറൊന്നുമല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദ പ്ലാനിങ്സ് ആൻഡ് പ്രിപ്പറേഷൻസ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് സം പേഴ്സണൽ മാറ്റേഴ്സ്. പേഴ്സണൽ മാറ്ററോ? അതെന്താ അർജുൻ? താനൊരിക്കലും എൻ്റെ അടുത്ത് പേഴ്സണലി ഒന്നും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. യാ, പേഴ്സണൽ മാറ്റേഴ്സ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്കൊന്ന് പുറത്തേക്ക് ഇരുന്നാലോ? വൈ നോട്ട്? ഷുവർ, പ്ലീസ്. അർജുൻ, പ്ലീസ് ടെൽ മീ, എന്താ തനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളത്? ടീനയ്ക്ക് അറിയുമോന്ന് എനിക്ക് അറിയില്ല. ഞാനും ആരും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ടേംസിലല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഡിവോഴ്സ് ഹിം. എന്തു പറ്റി അർജുൻ? അല്ല, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്തു പറ്റി ഇങ്ങനെ ഡൈവോഴ്സ് ആവാൻ? അത് പിന്നെ അവനെല്ലാത്തിലും ഭയങ്കര സംശയം. ഞാൻ എവിടെ പോയാലും എന്തിനാ പോയത്, ഒരു പ്രൈവസി ഇല്ല. സോ അങ്ങനെയാ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഒട്ടും യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക. റിലേഷൻഷിപ്സ് ആവുമ്പോൾ അതൊക്കെ സാധാരണയല്ലേ അർജുൻ? അത് ഇത്ര ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതുമാത്രമല്ല, നിങ്ങളുടെ ലവ് മാരേജും അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഡിസിഷൻ നിന്റെയാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ താൻ പറയുന്നത് കറക്റ്റാ. പക്ഷേ ഒരു വിള്ളൽ വീണ് കഴിഞ്ഞാൽ പിന്നെ റിലേഷൻഷിപ്പ് പഴയ പോലെ ആവുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനൊരു പ്രശ്നത്തിൽ ജീവിക്കുന്നത്? ലൈഫ് സിംഗിളായി ജീവിക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ. പിന്നെ അതും കൂടെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തായാലും ആ റിലേഷൻഷിപ്പ് നിർത്താൻ പോവാം. അതുമാത്രമല്ല, താനൊരു പ്രപ്പോസൽ വെച്ചിരുന്നല്ലോ മുൻപ്, അതൊന്ന് ഫോർവേഡ് ചെയ്യാൻ എനിക്കൊരാഗ്രഹമുണ്ട്. വാട്ട്? ആർ യു സീരിയസ് അർജുൻ? താനിത് സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ഐ കാൻ ബിലീവ് ദിസ്. ആ പ്രപ്പോസല് ഇപ്പോഴും കൊണ്ടുവന്ന താൻ ആക്സെപ്റ്റ് ചെയ്യൂ? എങ്കിൽ ഞാൻ എൻ്റെ ഡാഡിയോട് സംസാരിക്കാം. ഐ ആം സീരിയസ്. അർജുൻ അങ്ങനെ തമാശ പറയാറില്ല. ഞാൻ നല്ലപോലെ ആലോചിച്ചുകൊണ്ടാ. തനിക്കാകുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാഫിയവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരാൾ പാർട്ട്ണറായി വരുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സിൽ ഇരുന്നോളും. അതുകൊണ്ടാണ് തനിക്കൊരു ചാൻസ് തരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. താൻ എന്തായാലും തന്നെ ഡാഡിയോട് സംസാരിച്ച് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങാം. അപ്പോൾ വൈകിട്ട് പാർട്ടിക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഓക്കെ അർജുൻ, ഞാൻ എന്തായാലും ഡാഡിയോട് സംസാരിച്ച് തന്നെ വിളിക്കാൻ പറയാം. ഓക്കെ, ബൈ ദെൻ, സീ യു. എന്തു പറ്റി മോളെ?
മോളുടെ മുഖം കണ്ടിട്ട് ഒരുപാട് ഹാപ്പി ആയ പോലെ ഉണ്ടല്ലോ. എന്താ ഇത്ര പെട്ടെന്ന് സംഭവിച്ചേ? ഡാഡി, യു നോ സംതിങ്? നമ്മള് മലയാളത്തിൽ പറയില്ലേ, രോഗി ഇച്ഛിച്ചതും പാല് ദൈവം കൽപ്പിച്ചതും പാല്. അതുപോലത്തെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചത്. നമ്മുടെ അർജുനില്ലേ, പ്രപ്പോസ് ടു മീ. അവൻ എനിക്കൊരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നു. അർജുനോ? ഐ കാൺ ബിലീവ് ദിസ്. അവൻ പക്ഷേ ആരോ, അവൻ മാരീഡ് അല്ലേ? പെട്ടെന്ന് നിന്നോട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ അയക്കാൻ എന്താ കാരണം? എനിക്കതെ ഡാഡി, കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാ, ആരവും അർജുനും തമ്മില് ഇപ്പൊ നല്ല ടേംസിലല്ലല്ലോ. ആരവ് അർജുനൊരു ബാധ്യതയായി മാറിയിരിക്കുക. അവൻ ഡൈവോഴ്സ് ചെയ്യാൻ പോവാന്നാ പറഞ്ഞത് ആരവിന്. അപ്പോ ഒരു പ്രപ്പോസൽ എന്ന രീതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതാ. ഡാഡിയോട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോള് പെട്ടെന്ന് അധികം സന്തോഷിക്കാൻ വരട്ടെ. ഡാഡി എന്തായാലും അർജുനെ വിളിച്ച് സംസാരിക്കട്ടെ. കൺഫേം ആയതിനു ശേഷം മതി ഈ സന്തോഷമൊക്കെ. അല്ലെങ്കിൽ അത് അർജുന അറിയാലോ. ഇല്ല ഡാഡി, നമുക്ക് ഇപ്രാവശ്യം ടാർജറ്റ് ഒരിക്കലും മിസ്സാവില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. എനിക്ക് ഉറപ്പുണ്ട്. അർജുൻ നമ്മുടെ വലയില് വീഴുക തന്നെ ചെയ്യും. ഡാഡി അതൊന്നും ഓർത്ത് ടെൻഷനേ അടിക്കണ്ട. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. അർജുൻ, നീ എന്തു പണിയാ കാണിച്ചത്? എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ആരു, അതിനൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നീ ഇതെന്തിനാ ഹൈപ്പർ ആവുന്നത്? പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിലോ നീ എന്ത് ചെയ്യുമായിരുന്നു? അതും ഒറ്റയ്ക്ക്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാണെങ്കിലും ഒറ്റയ്ക്ക് ഒന്നിന് ഇറങ്ങി പുറപ്പെടരുതെന്ന്. കൂൾ ബേബി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനേ മാഫിയ കിങ് അർജുന. നീ ടെൻഷൻ അടിക്കേ വേണ്ട. അർജുൻ, പോയ കാര്യം എന്തായി? ടീനനെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ഐ തിങ്ക് നമ്മുടെ പ്ലാൻ വർക്കാവുന്നുണ്ട്. അവള് പറഞ്ഞതെല്ലാം വിശ്വസിച്ച മട്ട. എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾ അവളെ കണ്ടിട്ട് എന്താ സംസാരിച്ചത്? എൻ്റെ അടുത്ത് എല്ലാം പറ. പ്ലാൻ ഈസ് സോ സിമ്പിൾ. ഐ എം ഗോയിങ് ടു മാരി ഹർ. ഏ, എന്താ പറഞ്ഞ്? നിങ്ങളുടെ പ്ലാൻ എന്താ? ആദ്യം മര്യാദക്ക് അതെൻ്റെ അടുത്ത് പറ. ഇത് തന്നെ പ്ലാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറയാതിരുന്നത്. പറഞ്ഞാ നീ സമ്മതിക്കില്ല. ആക്ച്വലി പ്ലാൻ ഇത്രേ ഉള്ളൂ. ഞാൻ അവളെ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കാം. അത് മാത്രമല്ല, അവളുടെ മുന്നിൽ ഒരു പ്രപ്പോസലും ഞാൻ വെച്ചു. അവൾ മുന്നേ എൻ്റെ അടുത്ത് വന്നൊരു പ്രപ്പോസൽ വെച്ചിരുന്നില്ല, അതുപോലെ അവളുടെ ഡാഡിയോട് സംസാരിച്ച് വിളിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിലവൾ വീഴാണെങ്കിൽ നമ്മൾ ജയിച്ചു. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. ഇത് ശരിയായിട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരാളെ ഫീലിങ്സ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ ഏർപ്പാടല്ല. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത്? ആരു, നീ പറയുന്നത് കറക്റ്റാ, പക്ഷേ അവള് ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഇങ്ങനൊരു പ്ലാൻ നടത്തിയില്ലെങ്കിൽ അവള് എന്തെങ്കിലും വൃത്തികെട്ട കളി നടത്തി നിന്നെ അർജുനെയും പിരിക്കാൻ ശ്രമിക്കും. ചിലപ്പോ അത് നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ അവള് വെക്കുന്നതിന് മുൻപ് നമ്മള് ഇങ്ങനൊരു ഡീൽ പ്ലാൻ ചെയ്തത്. നീ വിഷമിക്കേണ്ട, ഇതിന്റെ പേരിൽ ആർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആരും ഇവരൊക്കെ പറയുന്നതിലും കാര്യമുണ്ട്. ഇതാവുമ്പോ ഇളക്കും മുളയിലും പ്രശ്നമില്ലാതെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നീ ഒന്ന് വിശ്വസിക്കേ. ആരു, നീ ഇവിടെ വന്നിരിക്കാണോ? ഞാൻ എപ്പോഴൊക്കെ നിന്നെ നോക്കിയെന്നറിയൂ. നീ ഇപ്പോഴും അത് വിട്ടിട്ടില്ലേ? അത് വെറും പ്ലാനിങ് അല്ലേ? നീ എന്തിനാ അത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? അതുകൊണ്ട് എനിക്കോ നിനക്കോ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്പിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ അതോർത്താണ് ടെൻഷൻ അടിക്കുന്നതെങ്കിൽ വേണ്ട ആരു, അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവാൻ പോകുന്നില്ല.
ശരി അർജുൻ, ഇതൊരു പ്ലാനിങ്ങാ. ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ വെറും പ്ലാൻ. പക്ഷെ നീ ഒന്നാലോചിച്ച് നോക്ക്, നീ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കാൻ ചെയ്തത് അവളെ വിവാഹം കഴിക്കാന്ന്. അത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് റിയൽ അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ കൂടി തമാശക്കാണെങ്കിലും നീ അങ്ങനെ പറയുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ, അല്ലാതെ നീ ഇങ്ങനെ പ്ലാൻ ചെയ്തതിൽ വിഷമമുണ്ടായിട്ടല്ല. അയ്യേ, എൻ്റെ ആരും അതിന് കരയാണോ? ആരോ, ഇത് നീ പറഞ്ഞതുപോലെ വെറും പ്ലാൻ മാത്രല്ലേ, അല്ലാതെ നിന്നെ വിഷമിപ്പിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. നിനക്കറിയാലോ, നമ്മുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അവളെ നമ്മുടെ വഴിക്ക് വരുത്തണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു വഴി കാണാത്തത് കൊണ്ടാണ്. അല്ലാതെ നിന്റെ അർജു അങ്ങനെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? നീ പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി. ഈ ആരു അർജുൻ്റെയാണ്, അർജുൻ ആരുൻ്റെയും. വിഷമിക്കണ്ട. ടീനയുടെ ഡാഡി വിളിച്ചായിരുന്നു. നമ്മളെ പ്ലാൻ അനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ വലയിൽ അവൾ വീണെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അവളുടെ ഡാഡി വിളിച്ചിരുന്നു. വിളിച്ചിട്ട് അവർക്ക് ഓക്കെയാണ്, എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയും വേറൊരു കാര്യം കൂടിയുണ്ട്, അതിന് നിന്റെ ഹെൽപ്പ് കൂടിയേ തീരൂ. എന്താ, നീ പറഞ്ഞോ, എന്തായാലും ഞാൻ ചെയ്യാം. അവർ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം നീയും ഞാനും അത്ര നല്ല ടേംസിലല്ല. അതുകൊണ്ട് അവർ വരുമ്പോൾ തൊട്ട് നമ്മുടെ ഡ്രാമ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. നീ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറണം. ഞാൻ തിരിച്ചും നിന്നെ ഷൗട്ട് ചെയ്തെന്ന് വരും. സോ നിനക്ക് ഓക്കെ ആണോ? ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ? കുഴപ്പമില്ല, ഡ്രാമ ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം, ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം. ഐ പ്രോമിസ് യു ആരു. ഇതോടുകൂടി ഈ പ്രശ്നം നിന്ന് സോൾവ് ചെയ്യും. പിന്നെ നമ്മുടെ ലൈഫിലേക്ക് വേറൊരാളും കടന്നു വരാത്ത രീതിക്ക് ഞാനെല്ലാം ശരിയാക്കും. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി. പ്ലീസ്, തൽക്കാലത്തേക്ക് നമുക്കിത് അഭിനയിച്ചേ പറ്റൂ. ആഹാ, നിങ്ങൾ രണ്ടുപേരും വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഫോൺ വിളിച്ചത് മുതൽ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവൾക്കിത് ഇപ്പം തന്നെ ഉറപ്പിച്ചില്ലെങ്കിൽ സമാധാനമില്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ടാ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങോട്ട് വന്നത്. അതെന്തായാലും നന്നായി. നല്ല കാര്യങ്ങളൊന്നും മാറ്റിവെക്കരുതെന്നല്ലേ പറയാറ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നടത്തുന്നു അത്രയും നല്ലത്. ഇവിടെ അർജുൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരെയും കാണുന്നില്ലല്ലോ. അർജുൻ മാത്രല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ സ്വീകരിക്കാൻ വന്നില്ലെന്ന് മാത്രം. ഇവർക്കൊന്നും ഇതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണല്ലോ സംസാരം കേട്ടിട്ട് തോന്നുന്നത്. ആരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കിയിട്ടൊന്നല്ലല്ലോ ഇവിടെ പലരും പലതും ചെയ്യുന്നത്. ആരോ നിന്റെ അടുത്ത് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ആ ഗസ്റ്റ് ഏത് ഗോസ്റ്റാന്ന് അറിയാൻ വേണ്ടിട്ടാ ഞങ്ങളിപ്പോ താഴോട്ട് വന്നത്. എന്തായാലും കണ്ട് ബോധ്യപ്പെട്ടു, കറക്റ്റ് ഗോസ്റ്റ് തന്നെയാ. മൈൻഡ് യുവർ വേർഡ്സ്. നീ ആരാണെന്ന് എന്റെ വിചാരം? ഞാനിവിടെ അർജുന്റെ ഗസ്റ്റ് ആയിട്ടാ വന്നത്. അതിഥികളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ ആരാ നിന്നെ പഠിപ്പിച്ചത്?
ഓ, അതിനെങ്ങനെയാ? ഇവിടെ കൾച്ചർലെസ് ഫെല്ലോസ്. നീ അതിഥിയൊക്കെ ആയിരിക്കാം, പക്ഷേ ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ വന്ന് ഞങ്ങളുടെ ബന്ധുക്കളെ മോശമായിട്ട് പറയാനുള്ള ഒരു അധികാരവും നിനക്ക് ഇവിടെ തന്നിട്ടില്ല. എസ്പെഷ്യലി ഷീസ് മൈ വൈഫ്. അവളെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ അർജുൻ്റെ ഗസ്റ്റ് ആണെന്നൊന്നും ഞാൻ നോക്കില്ല. ആദ്യം നീ അത് മനസ്സിലാക്ക്. ഇവിടെ കിടന്ന് അടികൂടാനല്ല ഞാൻ ഇവരെ വിളിച്ചിവിടെ ഇരുത്തിയത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാനും ആരവും തമ്മിൽ ഇപ്പം നല്ല ടേംസ് അല്ലല്ല. ഐ തിങ്ക് എനിക്കിനി അവനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. സോ ഞാൻ ആരവിനെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഈ നിൽക്കുന്ന ചീനയെ വിവാഹം കഴിക്കാൻ പോകുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ വിളിച്ചു വരുത്തിയത്. അർജുൻ, നീ ഇതെന്തൊക്കെ വിളിച്ചു പറയണേന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം. അല്ലാതെ പെട്ടെന്ന് നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അർജുൻ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നീ ഇത് കാര്യമായിട്ടാണോ? എടാ, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഒക്കെ സാധാരണ. അത് പറഞ്ഞു തീർക്കാം. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഇതൊന്നും ശരിയല്ല. ശരിയോ തെറ്റോ, എന്തായാലും ദിസ് ഇസ് മൈ ലൈഫ്. ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു. ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ ഈ തീരുമാനത്തിന് എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ നിൽക്കാം. അർജുൻ, നീ അപ്പൊ പറഞ്ഞു വരുന്നത് നിന്റെ ഈ തീരുമാനത്തെ അനുകൂലിക്കാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാമെന്നാണോ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എൻ്റെ വീടാ. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാ. നിങ്ങൾക്കാർക്കും ഈ തീരുമാനം അനുകൂലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. നീ ഇത്രയും മോശപ്പെട്ടവനാണെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാഫിയായിരുന്നെങ്കിലും നീ നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നെന്ന ഞങ്ങളെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഞങ്ങളുടെ എല്ലാം വിചാരം തെറ്റാണെന്ന് നീ ഇപ്പോഴെങ്കിലും തെളിയിച്ചു. നല്ലത്. എല്ലാം തുറന്നു പറഞ്ഞതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഈ തീരുമാനത്തോട് യോജിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തിനാ അരവിന്ദേട്ടാ കരയുന്നേ? ഇവനെ പോലൊരു വൃത്തികെട്ടവൻ നമ്മുടെ ആരുവിന് യോജിക്കില്ല എന്ന് വിചാരിച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് സമയം കളയാതിരിക്കുന്നത് നല്ലത്. വാ, നമുക്ക് ഇറങ്ങാം. ഇച്ചായ ഏട്ടനും പോയി. ഇനി നമുക്കും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവരെന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. നീ പറഞ്ഞത് ശരിയാ. ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വാ, നമുക്കും ഇറങ്ങാം. പോകുന്നവരൊക്കെ പോയിക്കോട്ടെ. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അർജുൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ എൻഗേജ്മെൻറ്റ് നടത്താം. എനിക്ക് സമ്മതം. എനിക്ക് പിന്നെ വേറെ ആരുടെയും അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെന്താ തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യാം. അപ്പം എല്ലാം പറഞ്ഞതുപോലെ നെക്സ്റ്റ് വീക്ക് നമുക്ക് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യാം. പിന്നെ ഇന്ന് വൈകിട്ട് പാർട്ടിക്ക് നേരത്തെ വരണം. അവിടെ വെച്ച് നമ്മുടെ ഈ എൻഗേജ്മെന്റും വെഡിങ്ങും എല്ലാം നമുക്ക് ഒഫീഷ്യലി അനൗൺസും കൂടി ചെയ്യാം. ഞങ്ങളപ്പോൾ ഇറങ്ങാം. എൻ്റെ അമ്മോ, ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും അഭിനയം എന്നെ ശരിക്കും ഞെട്ടിച്ചു. അവരാണ് ഇന്ന് സ്കോർ ചെയ്തത്. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏട്ടനും ഏട്ടത്തിയും അഭിനയിച്ചതല്ല, അത് ശരിക്കും സംഭവിച്ചതാ. ഇന്നലെ എൻ്റെ അടുത്ത് അർജുൻ പറഞ്ഞിരുന്നു ഏട്ടനോടും ഏട്ടത്തിയോടും എല്ലാം പറയാൻ. പക്ഷേ വേറെ കുറേ പ്ലാനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. സോ ഇതൊന്നും അറിയാതെ നീ ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞതിൻ്റെ
അടിസ്ഥാനത്തിലാ അവർ ശരിക്കും നിന്റെ അടുത്ത് ചൂടായി ഇറങ്ങിപ്പോയതാ. ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇംഗ്ലീഷ് പോലും ശരിക്കും പറയാൻ അറിയാത്തവരാ, വഴി പോലും അറിയില്ല. ഇവരിത് എങ്ങോട്ട് പോവാനാ?